ഒന്നാമത് ഭക്ഷണം കഴിക്കുന്നില്ല. നമുക്കവിടെ ഡയറ്റിങ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി ഭക്ഷണമില്ല, ലിക്വിഡ് എന്തെങ്കിലും കഴിക്കുള്ളൂ. എന്നാൽ പോലും പല്ല് വെച്ചിട്ട് ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഷോട്ടിന് അവിടെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും നെയിൽ വയ്ക്കും. ശരിക്കും നെയിലും കൂടി വെച്ച് കഴിഞ്ഞാൽ രാജു ലോക്കായി. ഈ ടോയ്ലറ്റ് പോകണമെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് വേണം. കാര്യം നെയിലും ഇതും ഇപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഈ ഡ്രസ്സൊന്നും അങ്ങനെ പിടിക്കാനോ പൊക്കാനോ പറ്റില്ല. ഇപ്പം ഡെസേർട്ടിൻ്റെ കാലാവസ്ഥ മാറ്റി നിർത്തി ഏത് കാലാവസ്ഥയിൽ കൊണ്ട് കൊടുത്താലും കംഫർട്ടബിൾ ആവാത്ത കോസ്റ്റ്യൂമാണ് അത്. ഒരു ചിലപ്പോൾ ഒരു സൈഡിലായിരിക്കും, ഞങ്ങളൊക്കെ ഓപ്പണിൽ വേറെ ഷെഡിലായിരിക്കും. പക്ഷേ എങ്ങനെയാലും നമുക്ക് ഡെസേർട്ട് മൊത്തം കാണാം ഇവിടെ നിന്നാലും. നമ്മൾ എങ്ങനെ നിന്നാലും നമ്മൾ കഴിക്കണം അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തിരിഞ്ഞു നിന്ന് കഴിക്കണം. ഈ ഷോട്ടിന് വേണ്ടി രാജു അങ്ങനൊരു ഒന്നാമത് കാല് നമ്മളൊരു വയ്യാതെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലിച്ചിലും ആ ഒരു സ്പീഡിലും കുറച്ച് ദൂരം ഓടിപ്പോയപ്പോഴേക്കും ഒരു ദിവസം വീണു. പൊടിക്കാറ്റ് മണൽക്കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ ഒരു ഷോട്ടിന് വരെ നമുക്ക് ഒരു സ്ട്രൈറ്റായിട്ട് ഒരാളുടെ മുഖത്തേക്ക് വർത്താനം പറയാൻ പറ്റില്ല. ആടുജീവിതത്തിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ സ്റ്റെഫി സേവ്യറും മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിത്ത് അമ്പാടി നമ്മുടെ കൂടെ. ഈ ആടുജീവിതത്തിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ നിങ്ങളുടെ കയ്യിലാണ്. അതെ, നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്കോ എന്തെങ്കിലും പാളിച്ച് പറ്റിയാൽ അതിലൊരു ബ്രേക്ക് അല്ലേ. അപ്പോൾ എത്രയോ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം ഒരു വലിയ സിനിമ ഇറങ്ങുക, രഞ്ജിത്തേട്ടനും തുടങ്ങാൻ തോന്നും. ഇപ്പം എന്താ തോന്നുന്നത്? വളരെ സന്തോഷം തോന്നും. കാര്യം ഇത് തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചത് ഒരു 2 ഷെഡ്യൂൾ കൊണ്ട് തീർക്കാം. 2018 പോയി 2019 അവസാനം ഷൂട്ടൊക്കെ തീർക്കാം. ഒരു 6 മാസത്തെ ഗ്യാപ്പ് വരും. അങ്ങനെ വളരെ സന്തോഷമായിട്ടൊക്കെ പോയി ആ സന്തോഷം വീണ്ടും നമ്മൾ പോവുകയും ചെയ്തു. 2ാമത്തെ ഷെഡ്യൂളിൽ പോയി അവിടെ എത്തി പിറ്റേ ദിവസമാണ് നമുക്ക് ഈ ലോക്ക്ഡൗൺ എന്നുള്ള പരിപാടി വരുന്നത്. ഓക്കെ. അപ്പോൾ അതോടുകൂടി പിന്നെ ഞങ്ങൾക്ക് 2 ഷെഡ്യൂൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അൽജീരിയയും ജോർദാനിൽ ഒരു 35 ഡേയ്സ് കഴിഞ്ഞിട്ട് പോകാനായിരുന്നു. അതായത് ഒരു 90 ഡേയ്സിൽ ഫുൾ ഷൂട്ട് തീർക്കാന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അതോടുകൂടി പ്ലാനിങ് മൊത്തം പോയി. പിന്നെ നമ്മുടെ ഓൾറെഡി നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഇരുന്ന പോർഷനിലും ഈ 1-2 ആർട്ടിസ്റ്റ് കൂടി വേണമായിരുന്നു. ഞങ്ങൾ വന്നതിൻ്റെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ അറബി ആർട്ടിസ്റ്റ് ഇരുന്നത്. അവർ വരികയും ചെയ്തു. പക്ഷേ അവർ ഈ പറഞ്ഞ പോലെ അന്നത്തെ ഒരു ക്വാറന്റൈൻ്റെ ടൈം ഉള്ളതുകൊണ്ട് എയർപോർട്ടിൽ വെച്ചിട്ട് തന്നെ അവർക്ക് 1 മാസത്തെ ക്വാറന്റൈൻ കൊടുക്കുകയും അപ്പോൾ ഞങ്ങളും പൃഥ്വിരാജ് മാത്രം ഉള്ളൂ. ഇപ്പോൾ ഓൾറെഡി കുറച്ച് ദിവസം ഷൂട്ട് ചെയ്യാനുണ്ട്. അങ്ങനെ പല ദിവസങ്ങളും തുടങ്ങിയ ദിവസങ്ങളും ലോക്ക്ഡൗൺ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ അവിടുത്തെ ഗവൺമെൻറ്റും ഞങ്ങൾ ഷൂട്ട് റിസൾട്ട് ആണെങ്കിൽ ഞങ്ങൾ ബൈ റോഡ് വഴി പോകണത്. അപ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ പല ആളുകളെയും കണ്ട് അങ്ങനെയൊക്കെ 1-2 ദിവസമൊക്കെ ചെറുതായിട്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റി. പക്ഷെ അത് എന്നിട്ട് അങ്ങനെ മുന്നോട്ട് പോയില്ല. സ്റ്റെഫി അവിടെ കുടുങ്ങിയില്ല അല്ലേ? ഇല്ല. അതും തെറ്റി കൊടുക്കാൻ നാട്ടിൽ കുടുങ്ങി. ബുദ്ധിപൂർവ്വം അങ്ങനെയല്ല. ഞാൻ 2019 ജോർഡൻ ഷെഡ്യൂളിലാണ് പോയിട്ടുണ്ടായിരുന്നത്. കോവിഡ് ടൈമിൽ ഇവർ ലോക്ക്ഡൗണിൽ അവിടെ ആയിപ്പോയപ്പം എൻ്റെ ടീം മെമ്പേഴ്സായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ കോസ്റ്റ്യൂമിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും അവരെ കൂടെ ചേർത്ത് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നാവും. അവർ ആ സമയത്ത് അവിടെ അതെ കാരണം സനൂജ്, റാഫി, സുൽഫിക്കർ ഈ 3 പേരും ഈ കഴിഞ്ഞ 6 വർഷത്തിൽ എൻ്റെ കൂടെ ഒരു സിനിമയ്ക്ക് വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അതൊരു കേവലം ബാറ്റ്, അവർക്ക് ഡെയിലി കിട്ടുന്ന വേതനത്തിനപ്പുറത്ത് അവർക്കുള്ളിലുള്ള ആ ഡിസൈനർ എൻ്റെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ അതിനോടുള്ള ആ സിനിമയോടുള്ള ഒരു ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്യാപ്പ് വരുമ്പോഴെല്ലാം മറ്റ് സിനിമകളുടെ ഇടയിൽ പോയാൽ ഇതിന് വേണ്ടി വരുമ്പോൾ അവർ വീണ്ടും ഓടി വരും. അതിന് വേണ്ടി ഞാൻ എത്ര എഫേർട്ട് എടുക്കുന്നു അതിലധികം അല്ല, അത്രയും തന്നെ ഹാർട്ട് ആൻഡ് സോൾ അവർ ഇട്ടിട്ടുണ്ട്. അപ്പം അവരാണ് എനിക്ക് എൻ്റെ സനൂജും സുൽഫി ആ 2 പേരായിരുന്നു എൻ്റെ അസോസിയേറ്റ്സ്. അവരാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ആ ഗ്രൂപ്പിലുള്ളത് കൊണ്ട്, നമ്മുടെ ആടുജീവിതം ഗ്രൂപ്പിലുള്ളത് കൊണ്ട് എല്ലാം ലൈവായിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് മിസ്സായത് ആടുജീവിതം ടീമിൻ്റെ അവിടെ നിന്ന് ഉണ്ടാവുന്ന ഒരു ബോണ്ടുണ്ട്. ആ ബോണ്ട് ഇവർ കുരിശിൻ്റെ വഴി വിഷു ഇതെല്ലാം കൊന്നപ്പൂ വരെ അന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ അവിടെ ഇല്ലെങ്കിൽ പോലും ആടുജീവിതത്തിൽ 6 വർഷം നമ്മൾ ഇനി ഒരു സിനിമയും അങ്ങനെ സംഭവിക്കുന്നു തോന്നുന്നില്ല. അത്രയും വർഷങ്ങളുള്ള അപ്പം തന്നെ നമ്മൾ ഇമോഷണലി ഇവരോടെല്ലാം കണക്റ്റഡ് ആണ്. ഒരുപാട് പേർ സിനിമയ്ക്ക് അപ്പുറമുള്ളൊരു ബന്ധമുണ്ട്. അപ്പോൾ ഞാൻ ഇവർ അവിടെ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി ഇവർ ഓരോരുത്തരും, ഇത് ആർട്ടിസ്റ്റ് ആണെന്നോ ഇത് ഇന്ന ആളാണെന്നോ ഇത് ഈ അസിസ്റ്റൻ്റ് ആണെന്നോ ഒന്നും അല്ലാതെ അതിലുപരിയായിട്ടൊരു ഭയങ്കര ബോണ്ട് ഇവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ആ ഗ്രൂപ്പിൽ സ്ത്രീകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അവിടുത്തെ ഒരു ലോക്കൽ പ്രൊഡക്ഷനിൽ നിന്നുള്ള 1-2 പേരുണ്ട്. ഓക്കെ. പിന്നെ ഈ നജീബിൻ്റെ പക്ഷെ നജീബിനെ മേക്കപ്പ് ചെയ്യാനായിരിക്കുമല്ലോ ഒരുപാട് സമയം വേണ്ടി വന്നിട്ടുള്ളത് അല്ലേ? അതിൽ തുടങ്ങാം. അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ആദ്യമേ നമ്മൾ അന്വേഷിച്ചത്
നജീബ് ഈ സമയത്ത് ആ കാലത്ത് എങ്ങനെയായിരിക്കും, ഇപ്പം നമ്മളെടുക്കുന്ന പോർഷനിലെ നജീബിൻ്റെ അവസ്ഥ, നജീബിൻ്റെ രൂപം, ഇതൊക്കെ നമ്മൾ കുറേ അന്വേഷിക്കാനൊക്കെ നോക്കിയിട്ടും ഇല്ല, കിട്ടാനില്ല. ഒരു ഫോട്ടോ സംസാരിച്ചു, സാറ് സംസാരിച്ചിട്ടുണ്ട്, ഫോട്ടോ ഒന്നും ആ സമയത്ത് ഇല്ല. പിന്നെ ആരും അങ്ങനെ പുള്ളിയെ കണ്ട ആളുകളൊന്നും ഇവിടെ ഇല്ല, നമുക്ക് നേരിട്ട് ചോദിക്കാനും ആരും ഇല്ല. അപ്പോൾ സാറ് പറഞ്ഞു അത് വിട്ടേക്ക്, നമുക്ക് ആ നജീബിനെ നോക്കണ്ട, നമുക്ക് നമ്മൾ പ്രേക്ഷകർ വായിച്ചിട്ടുള്ള നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന നജീബ്, എല്ലാവരും മനസ്സിലൊരു ഏകദേശം രൂപമുണ്ടാവും, അങ്ങനത്തെ പിടിക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് തന്നെ. നമ്മൾ ലുക്ക് എന്ന് പറഞ്ഞാൽ സാറ് ഓരോ സീക്വൻസ് പറയുമ്പോഴും ഓരോ ഷെഡ്യൂളിൻ്റെ കാര്യങ്ങളൊക്കെ രാജന് ഹോട്ടലിൽ കാണുമ്പോഴും വീട്ടിൽ കാണുമ്പോഴൊക്കെ ഞാൻ കൂടെ ഉണ്ടാവും. ഇവർ പോകണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മളുണ്ടാവും, ഞാനും അസോസിയേറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ സാറ് സ്ക്രിപ്റ്റിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴൊക്കെ നമ്മൾ ഒരു സൈഡിൽ കൂടെ ഹെയറിൻ്റെ വർക്ക് കാര്യം നമ്മളൊരു ഏതെങ്കിലും റെഫറൻസ് എടുത്തിട്ട് എങ്ങനെ മാച്ചാക്കാം. കാര്യം ആ സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷൂട്ടിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഒരു 4 മാസം രാജുവിന് ടൈം കൊടുക്കും ബോഡി ചെയ്യാനൊക്കെ. ഇത് കഴിഞ്ഞിട്ടുള്ള രാജുവിൻ്റെ അവസ്ഥ എങ്ങനെയാണോ അത് വെച്ചിട്ട് വേണം നമുക്ക് ബാക്കി അതിനകത്ത് മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതിന് 4 മാസം മുമ്പ് നമ്മൾ പോയിട്ടൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഒരു മാസം കഴിഞ്ഞ് പോയി നോക്കും, 2 മാസം ആകുമ്പോഴേക്കും പുള്ളി ഏത് സ്ഥലത്തുള്ളത് അവിടെ ചെന്ന് നോക്കും. അങ്ങനെ ഒക്കെയാണ് നമ്മൾ അതിലേക്ക് പല ഇതും ആഡ് ചെയ്തിട്ടാണ് അങ്ങനത്തെ ഒരു രൂപം നമ്മൾ എത്തിയത്. ആടുജീവിതം നോവല് വായിച്ചിരുന്നോ? വായിച്ചിരുന്നു. പിന്നെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ് നമ്മൾ ഇത് ഈ സിനിമ ഇങ്ങനെ ഈ നോവൽ സിനിമ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ വായിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റെഡി ആയി കഴിഞ്ഞപ്പോൾ അത് ആദ്യത്തെ സ്ക്രിപ്റ്റ് അങ്ങനെ ആദ്യമൊക്കെ ഒരു വർഷത്തോളം ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും സ്ക്രിപ്റ്റിൽ തന്നെ. അപ്പോൾ നമ്മളത് തീരുന്നതനുസരിച്ചിട്ട് വീണ്ടും വായിച്ചുകൊണ്ടിരുന്നു. സ്റ്റെഫിയുടെ മുമ്പ് നമ്മൾ സംസാരിച്ചു പോലെ 2008 ആടുജീവിതം ഇറങ്ങുന്നത്. അന്ന് സ്റ്റെഫി പഠിക്കുന്നേ ഉള്ളൂ അല്ലേ, സ്കൂളിൽ പഠിക്കുന്നേ ഉള്ളൂ. പക്ഷെ അത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാണെന്ന് അത് എന്താ തോന്നുന്നത്? ഇപ്പം ഞാൻ രഞ്ജിതേട്ടൻ പറയുമ്പോൾ മനസ്സിലാലോചിക്കായിരുന്നു. അതായത് 2012 ഡേറ്റ് ക്ലാഷ് കാരണം നടന്നില്ല. ഞാൻ എൻ്റെ ഒരു ഭാഗ്യം എന്നിങ്ങനെ ആലോചിക്കായിരുന്നു. നടന്നിരുന്നെങ്കിൽ അന്ന് ഞാൻ ഡിഗ്രി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്ലെസ് സാർ ഇത് ആദ്യമായി പ്ലാൻ ചെയ്യുമ്പം ഞാൻ +1 +2 എന്തോ ആണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തോ വിധി എന്നോ എന്താ പറയുക അല്ലേ, അത് യോഗം നമ്മൾ പഠിക്കുന്നു, ഫാഷൻ ഡിസൈനിങ് കഴിയുന്നു, എറണാകുളം വരുന്നു, സിനിമയിൽ വരുന്നു, ആടുജീവിതത്തിൽ എത്തുന്നു എന്ന് പറയുന്നത് ഭയങ്കര ഒരു ദൈവാനുഗ്രഹവും ഭാഗ്യവും എല്ലാം കൂടെയാണ്. ഈ സിനിമ വന്നിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ജോയിൻ ചെയ്തു ആടുജീവിതത്തിൽ. അതെ. ബ്ലെസ്സാറിനോട് ചോദിച്ചിട്ടുണ്ടോ? കാരണം ഇത്രയും മീൻസ് സ്റ്റെഫി മോശം ടെക്നീഷ്യൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, അത്രയും വലിയ ടെക്നീഷ്യൻസിന്റെ കൂടെ ഒരു തുടക്കക്കാരി എന്തുകൊണ്ട് ഉൾപ്പെടുത്തി? ഞാൻ ചോദിച്ചില്ല എന്ന്, കാരണം അത് ചോദിച്ചിട്ട് ഇനി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയാൻ പോയിട്ടുണ്ട്, എന്നെ മാറ്റുമെന്ന് പേടിച്ചിട്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതെങ്ങനെ ശരിയാകും. ബിക്കോസ് ഞാൻ വന്നിട്ട് 2 വർഷം ആവുന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെ അറിയപ്പെടുന്ന ആ സമയത്ത് എൻ്റെ വളരെ ബിഗിനിങ് സ്റ്റേജ് ആണല്ലോ. എൻ്റെ ഒരു ദിവസം നമ്മുടെ ആടുജീവിതത്തിൻ്റെ കാസ്റ്റിംഗ് മാനേജർ വിവേക്, പുള്ളി E4 എൻ്റർടൈൻമെൻറ്റിൽ എനിക്ക് തോന്നുന്നു സാറെല്ലാം കൂടെയാണ് അവിടെ എൻ്റെ പേര് പറയുന്നതും വിവേകേട്ടനാണ് എന്നെ വിളിക്കുന്നതും. അപ്പോൾ സാറിനെ കണ്ടു, ഭയങ്കര, കാരണം ഞാൻ സാറിൻ്റെ സിനിമകളുടെ വളരെ ഭയങ്കര ഇഷ്ടമുള്ള പല കാരണങ്ങളും കൊണ്ടും എനിക്ക് തന്മാത്രയൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ സിനിമകളാണ്. അതുകൊണ്ട് ബ്ലെസ് സാറിനെ പോലെ ഒരാൾ എന്നെ വിളിക്കുന്നു എന്ന് പറയുന്നത് സാറിനെ കാണാൻ പോകുന്നതിൻ്റെ ആയിരുന്നു ഞാൻ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് അന്നുണ്ടായിരുന്നത്. സാറിനെ ഞാൻ ആദ്യമായി കാണുമ്പോൾ തന്നെ ഞാൻ ആ പ്രൊജക്റ്റിൽ ഇന്നാവുന്ന അങ്ങനെയാണ്. അതിൻ്റെ മുകളിലോട്ടൊരു കോൺവെർസേഷൻ ഒന്നും ആയിരുന്നില്ല, നമ്മളിങ്ങനെയാണ്. എന്നോട് ചോദിച്ചു ആടുജീവിതം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എനിക്കറിയാം, കാരണം എൻ്റെ അമ്മ ഭയങ്കര ആടുജീവിതം ഫാനാണ്. ഞങ്ങളുടെ നാട്ടിൽ നമ്മളെ ഏരിയയിലെല്ലാം ആടുജീവിതം ഇന്ന് വരെ തിയേറ്ററിൽ പോവാത്ത എൻ്റെ ഒരു അമ്മാവൻ അങ്ങനെ പറയാം, പുള്ളി നല്ല പ്രായമുണ്ട്, പക്ഷെ ഞാൻ എപ്പോൾ ഒരു ആടുജീവിതം എപ്പോൾ ഇറങ്ങും പുള്ളി അത് മാത്രമാണ്. അയ്യോ, അതുപോലെ ഫാൻസ് ഉണ്ട്. അപ്പോൾ ആടുജീവിതം എന്നോട് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സ്ക്രിപ്റ്റ് വന്നിട്ട് പറഞ്ഞു എന്നാൽ ഇനി ഇത് വായിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് തരികയാണ് ചെയ്തത്. സ്ക്രിപ്റ്റാണ് ആദ്യം വായിച്ചത്? അതെ. പിന്നെ നോവൽ വായിച്ചു. ഓക്കെ. ഇതിലേക്ക് വരുമ്പോൾ ഇപ്പം നാട്ടിലെ പോർഷൻസ് ഒക്കെ വരുമ്പോൾ നോർമൽ ഒരു പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതുണ്ടായിരിക്കില്ലല്ലോ, പ്രത്യേകിച്ച് അവിടെ ചെന്ന് ആ ഒരു സർവൈവൽ പാർട്ടിലേക്കാണല്ലോ. അതെ. അതിലൊരു എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകതകൾ? ഒന്ന്, നമ്മൾ ആടുജീവിതം കാണുമ്പോൾ നമ്പർ ഓഫ് കോസ്റ്റ്യൂംസ് കൊണ്ട് അങ്ങനെയല്ല അതിലുള്ള എൻ്റെ ഒരു വർക്കോ ചലഞ്ചോ ഒന്നും ഒരുപാട് കോസ്റ്റ്യൂംസ് ഇങ്ങനെ മാറി മാറി വരുന്നു, ഇതല്ല. കുറച്ചും കൂടെ നജീബിൻ്റെ കോസ്റ്റ്യൂമിൽ ഓരോ സമയത്തും ഉണ്ടാവുന്ന മാറ്റങ്ങളുണ്ട്. അത്
ഒരു കറ വീഴുന്നതാവാം, അതൊരു കീറലാവാം, അത് വെയിൽ കൊണ്ടുണ്ടാവുന്ന മങ്ങലാവാം, അത് വളരെ നാച്ചുറലായി സംഭവിക്കുന്ന ചില മാറ്റങ്ങളാണ്. ഒരു ഒരു തലയിലുള്ള ഒരു കെട്ടഴിഞ്ഞ് വീഴുന്നതാവാം, അതിലുണ്ടാവുന്ന ചുളിവുകളാവാം. ഇതെല്ലാം നമ്മൾ അവിടെ ചെന്ന് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്ത്, ആ റിസർച്ചിൻ്റെ എൻ്റെ ഹെഡ് ബ്ലസ് സാറാണ്. അപ്പോൾ ഓരോ കാര്യത്തിലും ഇപ്പോൾ മരുഭൂമിയിൽ വെയിൽ അവിടുന്നാണോ ഇവിടുന്നാണോ എന്നുള്ള ചില കൺഫ്യൂഷൻ പോലും പുള്ളി കൃത്യമായി നമ്മളുടെ കൂടെ ഇരുന്ന് നമ്മളെ പഠിപ്പിച്ചും നമ്മൾ പഠിച്ചും അങ്ങനെ മാറ്റങ്ങളാണ്. ഒരു കോസ്റ്റ്യൂമിലാവാം, അല്ലെങ്കിൽ 2 കോസ്റ്റ്യൂമിലാവാം, അതിലുണ്ടാവുന്ന ആ ഏജിങ്, ആ ഫീല് അത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു മെയിൻ തിങ്. പിന്നെ ഇപ്പോൾ അതൊരു ആടുജീവിതം ഒരു വലിയ ടീം വർക്കാണ്. രഞ്ജിതേട്ടൻ ഇവിടെ ഉണ്ട്, പ്രശാന്ത് ഏട്ടനുണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ, പിന്നെ DOP, അങ്ങനെ എല്ലാവരും, ബ്ലസ് സാർ ഓൾവേസ് എപ്പോഴും ഉണ്ട്. എല്ലാവരുടെയും കൂടെ ഒരാളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇതാണ്, മറ്റേ ആളുടെ ഡിപ്പാർട്ട്മെൻറ്റ് അതാണ്, അങ്ങനെയല്ല. നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്ന് ഇതിങ്ങനെ ചെയ്യാം, അതങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു കൊടുക്കൽ വാങ്ങൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഈ നജീബിന് ഇപ്പം 3.5 വർഷത്തോളം കുടുങ്ങിയെന്നാണ് നോവലിൽ പറയുന്നത്. ഇപ്പം സിനിമയിലും ഏകദേശം ആ ഒരു പീരീഡ് ഉണ്ടാവുമല്ലോ. ഇപ്പം എത്ര ഡ്രസ്സ് വേണ്ടി വന്നതാണ്? അവിടുത്തെ ആ ഒരു കോസ്റ്റ്യൂം ഉണ്ടല്ലോ, നമ്മൾ ഡെസേർട്ടിൽ യൂസ് ചെയ്തതാണ് പറഞ്ഞത്. മെയിൻലി ഒരു 3 to 4 ആണ് കോസ്റ്റ്യൂംസ് അവിടെ ചേഞ്ച് വരുന്നുള്ളൂ. പക്ഷേ അതിലൊരു കോസ്റ്റ്യൂമാണ് ഏറ്റവും കൂടുതൽ കണ്ടിന്യൂറ്റി ആയിട്ട് വന്നിട്ടുള്ളത്. അതിന് നമ്മൾ കോപ്പി ഉണ്ടല്ലോ, 10-12 കോപ്പി ഉണ്ടായിട്ടുണ്ടായിരുന്നു കോസ്റ്റ്യൂമിന്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കിതിനൊരു റെഫറൻസ് ഇല്ല. അപ്പം നമ്മുടെ ഇമാജിനേഷനും നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അല്ലെ നോവൽ വായിക്കുമ്പോൾ നമ്മൾ ആ കഥാപാത്രത്തെ കാണുന്നില്ലേ ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ, ഒരു വായനക്കാരി എന്നുള്ള രീതിയിൽ, അതിന് ആ ഫ്രീഡം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ബ്ലസ് സാറിനെ കൺവിൻസ് ചെയ്യുക എന്നതിലുപരിയായിട്ട് ഇത് വായിച്ച ഇത്രയും വായനക്കാരെ നമ്മൾ 2.5 ലക്ഷം അതെ അവരെയാണ് അവരുടെ ഉള്ളിലെ നജീബിനെയാണ് ഞാനൊരു കോസ്റ്റ്യൂം ഡിസൈനർ കുറച്ച് കോസ്റ്റ്യൂം ഒക്കെ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് കാണിക്കുന്നതല്ലല്ലോ. ഒരു ഡയറക്ടർ അയാളുടെ വിഷനോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിലും പ്രേക്ഷകരെല്ലാവരും വായനക്കാരെയും കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യാണ് പ്രേക്ഷകരെന്താ പറയുന്നത്. ഇതിൻ്റെ ഇപ്പം ഞാൻ ഓഡിയോ ലോഞ്ചിൽ സംസാരിക്കുമ്പോൾ കേട്ടു, മരുഭൂമിയിലെ കഥ ഒരു ക്ലൈമറ്റിന് പ്രതികൂലമായ മെറ്റീരിയൽ ആയിരുന്നു. അതെന്താ? മെറ്റീരിയൽ എന്നല്ല, കോസ്റ്റ്യൂംസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഡിസൈൻ. ഇപ്പം ട്രെയിലർ ഇറങ്ങുമ്പം കണ്ടിട്ടുണ്ടാവാം, അതിലൊരു ഷോട്ടുണ്ട്, കാലിങ്ങനെ വലിച്ചു വെച്ച് നടക്കുന്ന ഷോട്ട്. അപ്പം അതിൽ വേണ്ടി നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഷൂ കണ്ടാൽ അതിലൊരു ഗ്ലിംസാണ് ട്രെയിലറിലുള്ളെങ്കിലും എൻ്റെ ഉള്ളിൽ കുറേ മെമ്മറീസും കുറേ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇമോഷണലാണ് ഇത് കാണുമ്പോൾ. ഷൂ മുതൽ എല്ലാം കോസ്റ്റ്യൂംസ് ഇപ്പം പറയാം, കാരണം ട്രെയിലറിലെല്ലാം ഉള്ളത് കൊണ്ട് ഒരുപാട് ഡാമേജ്ഡ് ആയിട്ടുള്ള, ഓട്ട വീണ, കീറിയ ഒരു കോസ്റ്റ്യൂമും ഒട്ടും പാകമല്ലാത്ത, കംഫർട്ടബിൾ അല്ലാത്ത, വളരെ ലൂസായിട്ടുള്ളൊരു ഷൂ ആണ് രാജുചേട്ടൻ ഇടുന്നത്. മരുഭൂമിയിൽ ഞങ്ങൾ ഒരു തണുപ്പുണ്ട്, ഭയങ്കര തണുപ്പും ചൂടും ഒക്കെ മാറി മാറി വരുന്ന കാലാവസ്ഥയിൽ ഞങ്ങൾ വിൻ്ററിൽ തെർമൽ വെയറെല്ലാം ഇട്ട് ഡെസേർട്ട് ബൂട്ടും എവിടെയെല്ലാം മറയ്ക്കാം അതെല്ലാം ചെയ്ത് നമ്മൾ വളരെ കംഫർട്ടബിളായി നിൽക്കുമ്പോൾ ഒരു രീതിയിലും അത് ഇപ്പം ഡെസേർട്ടിൻ്റെ കാലാവസ്ഥ മാറ്റി നിർത്തി ഏത് കാലാവസ്ഥയിൽ കൊണ്ടു കൊടുത്താലും കംഫർട്ടബിൾ ആവാത്ത കോസ്റ്റ്യൂമാണ് അത്. അപ്പോൾ അതും പാകമല്ലാത്ത ഷൂവും എല്ലാം ഇടുമ്പോൾ നോർമലി ഏത് മനുഷ്യനായാലും എല്ലാ ദിവസവും ഇത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഈർഷ്യ കാണിക്കാൻ ചാൻസ് ഉണ്ടല്ലേ. പക്ഷെ ഒരിക്കൽ പോലും എന്നോടും എൻ്റെ ടീമിനോട്, ഐ മീൻ എൻ്റെ അസിസ്റ്റൻസിനോടും ഒരിക്കലും അതിൻ്റെ ഒരു മുഷിപ്പ് പുള്ളി കാണിച്ചില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്. ഈ തലയ്ക്കെട്ടൊക്കെ നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്? അതെ അതെ അതെ. ഓക്കെ. രഞ്ജിത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നും കഴിക്കാതെ, മീൻസ് അത്രയും ട്രിം ചെയ്തൊരു ശരീരമായിട്ട് വന്ന് നിൽക്കുന്നു. പിന്നെ ഈ ഭാരം, മേക്കപ്പിൻ്റെ ഭാരം അല്ലെങ്കിൽ കോസ്റ്റ്യൂമിൻ്റെ ഭാരം, മേക്കപ്പ് സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ചെയ്യേണ്ടി വന്നു? ഇപ്പം നഖം, ഈ പല്ലിലൊക്കെ കറ കാണുന്നുണ്ട്, കൈ അതുപോലെ അത്രയും മുഷിഞ്ഞ നഖമൊക്കെ വളർന്ന് അങ്ങനെയുണ്ട്, മുടി, അതൊക്കെ എന്താ ചെയ്തത്? ശരിക്കും രാജു പടത്തിൽ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവിച്ചേക്കുന്നത് മേക്കപ്പുകാരനായിരിക്കും. കാര്യം ഒന്ന് ഒരു നമ്മൾ പിക്ചർ കണ്ടറിയാൻ പറ്റും. അതായത് ഒരു സാധാരണ നല്ല വൃത്തിയുള്ള വിഗ്ഗൊന്നുമല്ല. നമ്മളൊരു നല്ല വിഗ് എത്രത്തോളം മോശമാക്കാൻ പറ്റുമോ ആ കാലാവസ്ഥയിൽ എങ്ങനെയാവും, അത്രയും പൊടി വരുമ്പോൾ എങ്ങനെയൊക്കെ ആവും. അതുപോലെ ഒരു ജട പിടിച്ച വിഗ്, അതുപോലെ താടി എന്ന് വെച്ചാൽ നമ്മളൊരു 3-4 എക്സ്റ്റൻഷൻ പീസുകളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു അത്രയും ജട പോലെ ആക്കി. അതൊക്കെ കഴിഞ്ഞ് പല്ലുണ്ട്. അപ്പോൾ പല്ലെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അത് ഭക്ഷണം കഴിക്കുന്നില്ല. നമുക്കവിടെ ഡയറ്റിങ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി ഭക്ഷണമില്ല, ലിക്വിഡ് എന്തെങ്കിലും കഴിക്കുള്ളൂ. എന്നാൽ പോലും പല്ല് വെച്ചിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ പറയുന്ന കോസ്റ്റ്യൂം, അത്രയും വലിയ ലോഹോല കോസ്റ്റ്യൂമുണ്ട്.
ഇതെല്ലാം കഴിഞ്ഞ് ഷോട്ടിന് അവിടെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും നെയിൽ വയ്ക്കും. ഉം. എനിക്ക് നെയിലും കൂടി വെച്ച് കഴിഞ്ഞാൽ രാജു ലോക്കായി. കാര്യം പിന്നെ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല. മൊബൈൽ ടച്ച് സ്ക്രീനിൽ ഫ്ലെക്സിബിലിറ്റി അല്ല പറ്റില്ല. ഞാൻ നോക്കുമ്പോൾ കൈ ഇങ്ങനെയൊക്കെ വെച്ചൊക്കെ ചെയ്യുന്നത്. നമ്മളത് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു എല്ലാ നാഗവും നമുക്ക് സ്പോട്ടിന് മുമ്പ് ഒട്ടിക്കണമെങ്കിൽ ടൈം എടുക്കും. അപ്പോൾ ജസ്റ്റ് 2 നെയിൽ മാത്രം മൊബൈൽ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം നെയിൽ മാറ്റി വയ്ക്കും. ഷോർട്ട് ആകുമ്പോഴേ അത് മാത്രം ഫിക്സ് ചെയ്യും. നമ്മളങ്ങനെ ഓരോ പുള്ളി എങ്ങനെ കംഫർട്ട് ആക്കാന്നുള്ളതിൽ ആദ്യത്തെ പരിപാടിയാണ്. പക്ഷേ നെയിൽ വെച്ച് കഴിഞ്ഞുള്ള ബുദ്ധിമുട്ട് ഷോർട്ട് നമ്മൾ ഫ്രെയിമിലൂടെ ചെന്ന് റിഹേഴ്സൽ കഴിഞ്ഞിട്ടായിരിക്കും പല്ല് വയ്ക്കേണ്ടത്. അപ്പോൾ പുള്ളിക്ക് സ്വന്തമായിട്ട് പല്ല് വയ്ക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ അത് നമ്മൾ തന്നെ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഞാൻ ഫുൾ ടൈം സാനിറ്റൈസർ ബോട്ടിൽ കയ്യിൽ വെച്ചിട്ട് വാഷ് ചെയ്ത് ഇത് തന്നെ ഡെയിലി ചെയ്യും. ഓക്കെ. പിന്നെ അത് മാത്രമല്ല നമുക്കവിടെ ക്യാരവൻ സൗകര്യങ്ങളില്ല, ഡെസേർട്ടാണ്. അപ്പോൾ ടോയ്ലറ്റ് ഇല്ല. ഈ ടോയ്ലറ്റ് പോകണമെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് വേണം. കാര്യം നെയിലും ഇതും ഇപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഈ ഡ്രസ്സൊന്നും അങ്ങനെ പുള്ളിക്ക് പിടിക്കാനും പൊക്കാനും പറ്റില്ല. അതിനൊരാൾ ഹെൽപ്പ് വേണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പറഞ്ഞ നല്ല കോസ്റ്റ്യൂമും മേക്കപ്പാണ്. ഈ പല്ലൊക്കെ വെക്കുമ്പം ഡെന്റിസ്റ്റ് ആയിട്ടൊക്കെ ചെയ്തിട്ടാണ്? അതെ 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 അതെ. അത് രാജുവിൽ നമ്മൾ മോളിൽ എടുത്തിട്ട് നമ്മളൊരു പല്ല് ഡിസൈൻ ചെയ്യാം. നമ്മളൊരു 3 വർഷമായിട്ട് ഒരാൾ പല്ല് തയ്ക്കാതിരുന്നാൽ അല്ലെങ്കിൽ ആ പല്ലിന് വരുന്ന കളറ്, പല്ലിന്റെ ഷേപ്പിന് ഒരു വ്യത്യാസം, അങ്ങനെ നമ്മൾ ചെയ്തെടുത്ത പല്ലാണ്. അത് വെച്ചാൽ പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ പാടാണോ? അല്ല, നമ്മുടെ പല്ല് വെച്ച് കടിച്ച് ചവയ്ക്കുന്ന പോലെ ചവയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കഴിക്കാം നമ്മുടെ ഈ അണപ്പല്ല് ഭാഗത്ത് വെച്ച്. പുള്ളി ഭക്ഷണം കഴിക്കുന്നില്ല എന്തായാലും, ഡയറ്റിങ് ഉള്ളതുകൊണ്ട് ഭക്ഷണമില്ല. നമ്മുടെ ഷോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുബൂസ് കഴിക്കുന്നുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധ എന്ന് വെച്ചാൽ ഫുൾ രാജുവിൻ്റെ ഫേസും പല്ലും ഇതൊക്കെ നമ്മൾ നോക്കിയിരിക്കും. അപ്പോൾ നമുക്ക് ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും സാറ് മൊത്തത്തിൽ ഫ്രെയിം നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഈ റൊട്ടി കഴിക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. കാര്യം പല്ല് ഇളകാനും പാടില്ല, ഈ പല്ല് വെച്ച് അത്ര പ്രസ് ചെയ്യാനും പാടില്ല. അപ്പോൾ ആദ്യം അത് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു രാജു ഒന്നും കൂടി. അപ്പോൾ രാജുവിനെ അറിയാം അത് സംഭവം അങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ പല്ല് ചിലപ്പോൾ പൊട്ടിപ്പോകും അല്ലെങ്കിൽ ഇളകി പോകും. അപ്പോൾ പുള്ളി പറഞ്ഞു അത് മേക്കപ്പേ വിചാരിച്ചിട്ട് നടക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ സാർ പല്ലിങ്ങനെ ആടും ചിലപ്പോൾ. എന്നിട്ട് പോലും അത് ഒരുപാട് റീടേക്ക് വന്നിട്ടും അത് പക്കയായിട്ട് ചെയ്തു കടിച്ചു തന്നെ എടുത്ത് ചവച്ച് തിന്നുന്നുണ്ട്. പല്ലിനൊന്നും പറ്റിയില്ല? ഇല്ല ഇല്ല. പല്ലിന്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നുള്ളൂ? അല്ല, സ്പെയർ ഉണ്ടാവും കൂടുതലുണ്ട്. അതുപോലെ ഈ താടിയൊക്കെ വെക്കുമ്പോഴേ ചൂടുണ്ടാവല്ലേ? ചൂടല്ല, നമ്മളിത് വേറൊരു ഹെയർ നമ്മുടെ മുടി തന്നെ നമ്മുടെ മുഖത്ത് വീണ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മുടിവല്ല, നമ്മളിത് ആർട്ടിഫിഷ്യൽ ഒരു ഹെയർ ആണ്. അപ്പോൾ അത് മാത്രമല്ല ഇത് ഫിക്സ് ചെയ്യുന്നത് അങ്ങനത്തെ ക്ലിപ്പുകളൊക്കെ. അപ്പോൾ ക്ലിപ്പ് ഇവിടെ സ്വന്തം മുടിയിലോ അല്ലെങ്കിൽ താടിയിലോ ക്ലിപ്പ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. മൊത്തത്തിൽ ബുദ്ധിമുട്ടാണ്. നമുക്ക് കാണുമ്പോൾ നല്ല രസമുണ്ടെങ്കിലും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. നമ്മൾ പലതും ഇപ്പോൾ ക്യാമറ ടെക്നിക്കാന്നൊക്കെ പണ്ട് എല്ലാവരും പറയുമല്ലോ, ഇതിൽ അങ്ങനെ ഒരുപാട് ടെക്നിക്കൊന്നും പറ്റില്ലല്ലോ, ഇത് അനുഭവിച്ചല്ലേ പറ്റുള്ളൂ അല്ലേ? ശരിക്കും ഒരു തരത്തിലുള്ള ഒരു ആടുജീവിതം അനുഭവിച്ച് തന്നെയാണ്. ഇപ്പം നമ്മൾ വേറെ സിനിമയ്ക്കൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് മീശ ഒട്ടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ പറയുമ്പോൾ മീശ നന്നായിട്ടൊക്കെ ഒട്ടിക്ക് നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇവർക്ക് ഒരു പരിധി കൂടുതൽ വാ തുറക്കാനോ ചിരിക്കാനോ പറ്റില്ല. ഇവരൊന്ന് അട്ടസ് ചിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഇളകിപ്പോവും. നെറ്റിലാണല്ലോ ചെയ്യണത്. അപ്പോൾ ഇത് എത്ര ഇവരെ ചിരിക്കുമ്പോഴൊക്കെ അത് സ്ട്രെച്ച് ആവും. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അവർക്കറിയാം. അപ്പോൾ ഈ അഭിനയിക്കുകയും വേണം, ഈ പറയുന്ന പോലെ ഓവറായിട്ട് ചിരിക്കാനും പാടില്ല. ഈ ഫുഡ് കഴിക്കില്ല എന്ന് പറയുമ്പോൾ തീരെ ഒന്നും കഴിക്കില്ല, ലിക്വിഡായിട്ട് മാത്രമേ കഴിക്കൂ? ലിക്വിഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ക്ലൈമറ്റിൽ പിടിച്ചേക്കാൻ പറ്റുമായിരുന്നോ? അല്ല, ക്ലൈമറ്റ് പിടിച്ചേക്കാന്നുള്ളതല്ല, രാജുവിന് അത്ര ഇത് നജീവാകുക എന്നുള്ളതാണല്ലോ. അല്ല, എന്നാലും ഒരു ആരോഗ്യം വേണമല്ലോ ഇതൊക്കെ ചെയ്യാൻ. ഇല്ല, നമ്മൾ അങ്ങനെ ഒരു ടൈമിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ പുള്ളിക്ക് ഭക്ഷണത്തിൻ്റെ തോന്നാതിരിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും തിരിഞ്ഞു നിന്ന് ഭക്ഷണം കഴിക്കുള്ളൂ. ഒന്നാമത് പറഞ്ഞ ക്യാരവനൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഓപ്പൺ സ്പേസ്, ഒരു ഷെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ മരുഭൂമി പുള്ളി ചിലപ്പോൾ ഒരു സൈഡിലായിരിക്കും, ഞങ്ങളൊക്കെ ഓപ്പണിൽ വേറെ ഷെഡിലായിരിക്കും. പക്ഷേ എങ്ങനെയാലും നമുക്ക് ഡെസേർട്ട് മൊത്തം കാണാം ഇവിടെ നിന്നാലും. നമ്മൾ എങ്ങനെ നിന്നാലും നമ്മൾ കഴിക്കണം അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തിരിഞ്ഞു നിന്ന് കഴിക്കണം. കഷ്ടല്ലേ? എന്നാലും ഫുഡിനെ മണം വരുമ്പോൾ തന്നെ നമുക്ക് വിശക്കില്ലേ? ഇത് അതാണ് ഇപ്പോൾ ഇതിനു വേണ്ടി കൊടുക്കുന്ന ഡെഡിക്കേഷൻ എന്നൊക്കെ പറയുമ്പോഴേ മൈന്യൂട്ടായ കാര്യങ്ങൾ അറിയുമ്പോഴാണ് അതിൻ്റെ ഒരു വലിപ്പം എത്രത്തോളമാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഭക്ഷണം കഴിക്കില്ല എന്നുള്ളൊരു കാര്യം ഓർത്താ, അതായത് ഈ ചില സീക്വൻസിൽ ഒരുപാട് അലറി വിളിക്കുന്നുണ്ട് മരുഭൂമിയിൽ കിടന്നിട്ട്. അപ്പോൾ അലറി വിളിക്കുമ്പോൾ നമ്മൾ ഈ പല്ലെന്ന് പറയുന്നത് ഫ്രണ്ടിലെ ഒരു ലെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ ഉള്ളിലുള്ള അണപ്പല്ലൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ അത് ഒരുപാട് അലറി ഒച്ചയെടുത്ത് ആ തുറക്കുമ്പോൾ ഭയങ്കര ക്ലിയറാണ്, നല്ല വൈറ്റാണ്. അത് നമ്മൾ ഫുൾ ഡാർക്കായ പോലെ ഇരുട്ടായ പോലെ പല്ല് തെളിഞ്ഞ് കാണും ചിലപ്പോൾ. അപ്പോൾ ഞങ്ങളത് നോക്കുമ്പോൾ 1-2 പ്രാവശ്യം റീടേക്ക് വന്നു. അങ്ങനെ സാർ അറിയുന്നുണ്ട്, നല്ല ടൈറ്റ് ഷോട്ടിലൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അങ്ങനത്തെ ഒരു കളർ കാര്യങ്ങളൊക്കെ നമുക്കിനി പല്ലിലിട്ടണ പോലെ ഇട്ട് കഴിഞ്ഞാൽ അകത്തോട്ട് പോകുന്നൊരു പ്രശ്നം. അപ്പോഴാണ് നമ്മൾ ഈ ചോക്ലേറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡാർക്ക് ഇതുണ്ടല്ലോ നമ്മുടെ ബിസ്ക്കറ്റ്സ്, അതൊക്കെ ചവച്ചിട്ട് ഫുള്ള് കഴുകി കളയാതെ തുപ്പി മാത്രം കളയാം. അപ്പോൾ പല്ലിനകത്തൊക്കെ എന്തെങ്കിലും കറയോ അഴുക്കൊക്കെ ഇരിക്കുന്ന ഫീൽ ഉണ്ടാവും. അതുപോലെ ഞങ്ങൾ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ. ഒക്കെ ഈ പറയുന്ന അവിടുത്തെ ബിസ്ക്കറ്റ് ഇതെല്ലാം പ്രോട്ടീനൊക്കെ ഉള്ളതായിരിക്കും. ഇല്ലല്ലോ, എനിക്ക് കഴിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് പിന്നെ ഞാൻ ഇത്രയും ദിവസം എന്തിനു ഭക്ഷണം കഴിക്കായിരുന്നത്? ഇത് ആ ഷോട്ടിന് കഴിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന് പറഞ്ഞു. കഴിച്ചിട്ടില്ല. നമ്മൾ വേറെ കളറും അങ്ങനെ കാര്യമൊക്കെ ചെയ്തത്. കളർ തന്നെ ചെയ്യായിരുന്നു.
ഓക്കെ. ഈ ചൂടത്ത് ഇപ്പോൾ സ്റ്റെഫി പറഞ്ഞ പോലെ ഈ വേഷമൊക്കെ നടക്കുമ്പോഴൊക്കെ വീണു പോവുക അങ്ങനെയൊന്നും സംഭവിച്ചിട്ട് ഷോട്ടിൽ ഒരു ദിവസം സംഭവിച്ചിട്ടുണ്ട്. ഒരു ദിവസം അതാ അവിടുത്തെ ഡിസൈഡിൽ നമുക്ക് നമ്മുടെ ഷൂസോ നമ്മുടെ ഷൂസ് ഇല്ലാതെ പോലും നമുക്ക് നടക്കാൻ പറ്റില്ല. എത്രയും അതായത് മണ്ണിൽ താന്നു പോകും, കാലൊരു പകുതി താന്നാണ് പോണത്. അപ്പോൾ നമ്മൾ ഓടുമ്പോൾ കൂടുതൽ താന്നു പോകും. ഈ ഷോട്ടിന് വേണ്ടി രാജു അങ്ങനൊരു ഒന്നാമത് കാല് നമ്മളൊരു വയ്യാതെ കാണിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു വലിച്ചിലും ആ ഒരു സ്പീഡിലും കുറച്ച് ദൂരം ഓടി പോയപ്പോഴേക്കും ഒരു ദിവസം വീണു. ആദ്യം വിചാരിച്ചത് സാറ് പറഞ്ഞിട്ടുണ്ട് അതിന് റിയലായിട്ട് നമ്മൾ റിയലായിട്ട് വീണതാണോ അതിനെ ആക്ട് ചെയ്താണോ, കാര്യം വീണാമല്ലോ. പിന്നെ മനസ്സിലാകുന്നത് പുള്ളി ഒരു മിനിറ്റായിട്ട് അവിടെ അനങ്ങണില്ല. പിന്നെ അന്ന് തന്നെ അപ്പം തന്നെ നമ്മൾ ഒരു അരമണിക്കൂറായപ്പോഴും രാജുവിന് സാർ റെഡി എടുക്കാമെന്ന് പറഞ്ഞു. എടുത്തില്ല അന്ന് ബാക്കപ്പ് ചെയ്തു. നമ്മളവിടെ കൂടെ ഒരു ഡോക്ടറുണ്ട്. ഇതൊക്കെ സ്റ്റെഫിയും കേട്ട പരിചയം ഉണ്ടാവില്ല അല്ലേ, കാരണം അവിടെ ഉണ്ടാവാത്തതുകൊണ്ട്. ഞാൻ 2019 ജോർദാൻ ഷെഡ്യൂളിലുണ്ടായിരുന്നു. അപ്പം പറയുന്ന പോലെ ഇതിൻ്റെ ഇത്രയും ഇല്ലെങ്കിലും കണ്ടിട്ടുണ്ട്. പിന്നെ കാരണം ഇത് അവിടുത്തെ ഒരു കോസ്റ്റ്യൂമും മേക്കപ്പും സ്ട്രഗിളും എല്ലാം എങ്ങനെയാണ് ഫൈനൽ ഈ ഡെസേർട്ട് ഏരിയ വരുന്നതെന്നുള്ളത് അറിയാനും അറിഞ്ഞിട്ടുണ്ട് ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു കഥാപാത്രമൊക്കെ തീരുമാനമായപ്പോൾ ഒരു ലുക്ക് ടെസ്റ്റ് പോലെ ചെയ്തിരുന്നോ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്? പിന്നെ ഒരുപാട് തവണ. കാരണം നമ്മളങ്ങനെ അവിടെ ചെന്നിട്ട് ചെയ്യാം എന്നതിലുപരിയായിട്ട് എല്ലാം, അത് കോസ്റ്റ്യൂം മാത്രമല്ല, ഞാൻ ചെറിയൊരു കെട്ടുന്ന പരിപാടിയാണെങ്കിൽ പോലും ഇപ്പോൾ കാലിലൊരു തുണി വെച്ച് നമ്മൾ കെട്ടുന്നു, അതുപോലും ഇവിടെ വെച്ച് അത് പ്രാക്ടീസ് ചെയ്ത് അത്രയും ക്ലിയറായി എല്ലാവരും അത് ലോക്കി ആയിട്ടാണ് അവിടുന്ന് അതേ പരിപാടി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഷോട്ടിന് വേണ്ടി ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഈ പണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പം പണ്ടൊരു സ്റ്റെഫിയുടെ ഇൻ്റർവ്യൂവിൽ തന്നെ സ്റ്റെഫി പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായി വർക്ക് ചെയ്തിട്ടുള്ള പൃഥ്വിരാജിൻ്റെ കൂടെയാണ്. കാരണം അതിൻ്റെ ബ്രാൻഡിനെ കുറിച്ചോ വിലയെക്കുറിച്ചോ ഒന്നും നോക്കാറില്ല. ആ ഒരു കംഫർട്ട് ഇതിൽ എങ്ങനെയായിരുന്നു? ഞാൻ സിനിമയിൽ വന്നത് 2015 അപ്പോൾ അന്നെൻ്റെ മൂന്നാമത്തെ പടം ഡാർവിൻ്റെ പരിണാമമാണ്. അതിനുശേഷം ഞാൻ എസ്ര ചെയ്തു, കോൾഡ് കേസ്, ജനഗണമന, പിന്നെ ഒരുപാട് പരസ്യങ്ങളിൽ കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും ഒരു രീതിയിലും, അതായത് തുടങ്ങിയ സമയത്ത് എന്നെ സംബന്ധിച്ച് അന്നും എന്നും സൂപ്പർ സ്റ്റാറായ ഒരാൾ, അദ്ദേഹം ഞാൻ കൊണ്ടുവരുന്ന ഡ്രസ്സിൻ്റെ ആടുജീവിതം മാറ്റി നിർത്തി പറയുവാണെങ്കിൽ പോലും ബ്രാൻഡിനെ കുറിച്ചോ വിലയെക്കുറിച്ചോ ഡിസൈനിനെ കുറിച്ചോ ഒന്നും, ഫിറ്റിങ് ഒഴികെ. എന്നാൽ ആടുജീവിതത്തിൽ വരുമ്പോൾ ഫിറ്റിങ്ങും മാറ്റർ അല്ല, കാരണം അത് വേറെ തന്നെ പരിപാടി ആയതുകൊണ്ട് വർക്ക് ചെയ്യുന്നതോറും കൂടുതൽ ഒരു പക്ഷേ ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളെ അറിയാം. അതിൻ്റെ ആ ഒരു കംഫർട്ട് സോൺ കുറച്ചും കൂടെ വളരുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആടുജീവിതത്തിന് വേണ്ടി കൃത്യമായി ഒരു പക്ഷേ നമ്മളെക്കാളൊക്കെ ഉപരിയായിട്ട് പുള്ളിക്ക് ഈ ക്യാരക്ടർ അറിയുന്നത് കൊണ്ട് ഇതാണ് കോസ്റ്റ്യൂം എന്ന് പറയുമ്പം അത് നമ്മളെ 100% വിശ്വസിച്ച് അതിലൊരു അഭിപ്രായം പുള്ളി ഇതിങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് പോലുമുള്ള ചോദ്യങ്ങൾ വന്നിട്ടില്ല. അത് എന്നോടും എൻ്റെ മുകളിലുള്ള ബ്ലെസ്സാറിനോടും ക്യാമറാമാനോടും എൻ്റെ ക്രൂവിനോടും ഉള്ള വിശ്വാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരിക്കൽ പോലും അത് ഹെൽത്തിനെ ഒരുപാട് ബാധിക്കും എന്ന് ഡോക്ടേഴ്സ് പോലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത്തരം കൺസേൺ വെക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല. ഈ നോർമലി ഇപ്പോൾ ഈ ഒരു മേക്കപ്പിന് ഒരു ദിവസം എത്ര സമയം വേണ്ടി വരുമായിരുന്നു? നമ്മൾ ഫസ്റ്റ് ഒരു 2.5 മണിക്കൂർ എടുത്തിരുന്നു. പിന്നെ അതൊരു 2 മണിക്കൂറായി കുറഞ്ഞു. നമ്മൾ അവസാനമൊക്കെ 2 മണിക്കൂർ തീർക്കുക. നമ്മൾ 2 മണിക്കൂർ ചെയ്യുന്നത് മാത്രമല്ല, ഇത് നമുക്ക് ഇത് വന്ന് പാക്കപ്പായി വന്നതിന് ശേഷം ഇതെല്ലാം റിമൂവ് ചെയ്ത് പഴയ രൂപത്തിലാവണമെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും. ഓക്കെ. ഏറ്റവും കൂടുതൽ സമയം അത് തന്നെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അഴിക്കാൻ. ഫുൾ ബോഡി നമ്മൾ അങ്ങനെ അത്രയും ടാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്, കളറിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അഴിക്കാൻ ഇതേ സമയം തന്നെ എടുക്കുന്നുണ്ട്. സാധാരണ അങ്ങനെ ഇല്ല, സാധാരണ മേക്കപ്പ് അഴിക്കാൻ നമ്മൾ ചെയ്യുന്ന സമയം വരാറില്ല. പക്ഷെ ഇത് മേക്കപ്പ് ചെയ്തതിനേക്കാളും കൂടുതൽ കാര്യം പഴയ പോലെ അത്രയും ക്ലീൻ ആവണമെങ്കിൽ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് കൂടാതെ രാവിലെ അവിടെ ചെന്ന ഈ പൊടിക്കാറ്റ് മണൽക്കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ഷോട്ടിന് വരെ നമുക്ക് ഒരു സ്ട്രൈറ്റ് ആയിട്ട് ഒരാളുടെ മുഖത്തേക്ക് വർത്താനം പറയാൻ പറ്റില്ല. ഞങ്ങളൊക്കെ സ്പെക്സും ഫുൾ കവർ ചെയ്തിട്ട് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് തന്നെ പരസ്പരം ആളറിയില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഏഡിയുടെ അടുത്ത് എനിക്ക് ഒരു ഡൗട്ട് ചോദിക്കണമെങ്കിൽ ഞാൻ പോയി ചോദിക്കുന്നത് ചിലപ്പോൾ അവിടുത്തെ ലൈറ്റിൽ ആരെങ്കിലും ആയിരിക്കും. സൗണ്ട് കേൾക്കുമ്പോഴേക്കും മനസ്സിലാവണത് ഇത് ഇന്ന ആളല്ല എന്നുള്ളത്. കാര്യം ഈ ജാക്കറ്റ്സും ഇതെല്ലാം എല്ലാവരുടെയും ബ്ലാക്കും അങ്ങനത്തെ കളറായിരിക്കും. സൗണ്ട് കേട്ടാലേ ആളെ മനസ്സിലാവുള്ളൂ തൊട്ടടുത്തിരിക്കുന്ന ആളെ. അപ്പോൾ അത്രയും കവറായിട്ട് ഞങ്ങൾ നിൽക്കുന്നത്. ഇതിന് ഓപ്പോസിറ്റ് നിന്നിട്ടാണ് രാജു അഭിനയിക്കുന്നത്. നമുക്കൊരു പൊടി പോലും കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അങ്ങനത്തെ ഡയലോഗും അലർച്ചയും വോട്ടും ഒക്കെ ഈ കണ്ണൂറിൽ തന്നെ വിടുന്നത്. ഈ കണ്ണിലേക്ക് പൊടിയടിക്കലൊക്കെ ഉണ്ട്. ഞങ്ങളത് ഫസ്റ്റ് ഈ ക്യാരക്ടർ നമ്മളൊരു ഈ കണ്ണിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അങ്ങനത്തെ ഒരു കളറല്ല, ഒരു വൈറ്റ്നസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലെൻസൊക്കെ ഞങ്ങൾ റെഡി ആയിരുന്നു.
പക്ഷേ ഇവിടെ നമുക്ക് ആ ഡെസേർട്ടിൽ നമുക്ക് നമ്മുടെ സാധാരണ കണ്ണെ തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ലെൻസ് വെച്ച് കഴിഞ്ഞാൽ ലെൻസിലൊക്കെ നമ്മൾ വയ്ക്കുമ്പോൾ തന്നെ അത് ചെറിയ ഡസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ അതങ്ങനെ നമ്മൾ ഒഴിവാക്കിയതാണ്. അപ്പോൾ ഒന്നും വെച്ചിട്ടില്ല, വെച്ചിട്ടില്ല, വേറെ കളർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ലാഷസ് ഒക്കെ വെച്ചിട്ടില്ല? ഇല്ല, അതൊക്കെ നമ്മളെ പൊടി പിടിച്ച ഒരവസ്ഥയിൽ ആക്കിയതാണ്, സെപ്പറേറ്റ് ഒന്നും വെച്ചത്? ഇല്ലല്ലോ, വെച്ചിട്ടില്ല. ഓക്കെ. രഞ്ജിത്തിന് എത്ര ടീം ഉണ്ടായിരുന്നു അവിടെ? അവിടെ ഞാൻ കൂടാതെ 3 പേര്. 3 പേരുണ്ടായിരുന്നു. അത് ഈ രാജുവിന് ഒരാൾക്ക് വേണ്ടി മാത്രമാണ്. ഓക്കെ. ഞങ്ങൾ 4 പേരാണ്. അത്രയും പേര് ചെയ്തിട്ടാണ് ഈ പറയുന്നത് ബോഡിയും ബാക്കിയുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോഴാണ്. പൃഥ്വിരാജിന് വേണ്ടി മാത്രം 3 പേരുണ്ടായിരുന്നു? അല്ല, എൻ്റെ കൂടെ ഒരു 3 പേരും, ഓക്കെ, പൃഥ്വിരാജിൻ്റെ അസിസ്റ്റന്റ് പ്രമോദ് ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും പേര് ചെയ്താലാണ് ഈ 2.5 ഒരാളുടെ വർക്ക് തീരുള്ളൂ. ഓക്കെ ഓക്കെ. അതുകൂടാതെ മറ്റേ ഹക്കീം എന്ന് പറഞ്ഞ കഥാപാത്രം അർബാബു ഒക്കെ വരുന്നില്ലേ? അതൊക്കെ നമ്മൾ ഇതിന് മുമ്പ് അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ ചെയ്യാം. നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്? അതെ, അവർ റെഡി ആണെങ്കിൽ നമ്മുടെ ആരെങ്കിലും ഒരു ടീം അങ്ങോട്ട് ചെന്നിട്ട്. ഇപ്പം സിനിമ കണ്ടല്ലോ, സ്റ്റെഫി കാണാൻ പോകുന്നുള്ളൂ അല്ലേ? ചേട്ടൻ സിനിമ കണ്ടല്ലോ. അപ്പോൾ ബെന്യാമിൻ തന്നെ പറഞ്ഞത്, നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞത്, സിനിമ കഴിഞ്ഞ ഉടനെ ബ്ലെസ്സി സാറിനെ പോയി കെട്ടിപ്പിടിച്ചു, ഇതുവരെ കാണാത്തൊരു പൃഥ്വിരാജിനെ കണ്ടേന്ന്. അപ്പോൾ ബ്ലെസ്സി സാർ തന്നെ പറഞ്ഞു ഇതുവരെ കാണാത്ത പൃഥ്വിരാജിൻ്റെ മാനറിസം കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. ചേട്ടൻ എന്താ തോന്നി കണ്ടപ്പോൾ? അതെ, അത് നമ്മൾ നാട്ടിൽ വെച്ച് പോലും, അതായത് ഈ ഡെസേർട്ടിലേക്ക് വരുന്നതിന് മുമ്പ് നാട്ടിലുള്ളൊരു പ്രശ്നമുണ്ട്. അവിടെ ഈ പറയുന്ന നജീബ് പല തുടക്കം കേട്ടോ, ആദ്യത്തെ 1-2 ദിവസം ഷൂട്ട് കിടക്കുമ്പോൾ തന്നെ രാജുവിന് ചില ചിരി വരുമ്പോൾ തന്നെ സാറ് പറയും നജീവ ചിരിക്കേണ്ടെന്ന് പറയും. ഓക്കെ, രാജു ചിരിക്കരുതെന്ന് പറയും. അത് ആദ്യത്തെ 1-2 ദിവസം ആ ഡയലോഗ് കേട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. ഓക്കെ. പിന്നെ ക്യാരക്ടർ പിടിച്ചു. നജീബിനെ കണ്ടിരുന്നോ ഷൂട്ടിന് മുമ്പ്? ഇല്ല, പക്ഷെ കൃത്യമായിട്ട് ബ്ലെസ് സാറ് ആ സമയത്ത് നജീബ് ചേട്ടൻ്റെ കാര്യങ്ങളും അതുകൂടാതെ ആ ഏരിയയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ വിവാഹ ഫോട്ടോസ് അന്ന് എന്തെല്ലാം അവൈലബിൾ ആവുമോ അങ്ങനത്തെ സ്റ്റുഡിയോ കണക്ട് ചെയ്തും, അന്ന് സൗദിയിൽ മീഡിയയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മൂസക്കായ അല്ലേ, പുള്ളീനെ ആയാലും കണക്ട് ചെയ്തും എന്തൊക്കെ അവൈലബിൾ ആയിട്ട് ഇവിടെ കിട്ടുമോ അത് മുഴുവൻ അവൈലബിൾ ആക്കി തന്നു. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു കോസ്റ്റ്യൂമിൽ നമുക്ക് അവൈലബിൾ ആവാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഈ ഒഫീഷ്യൽ പ്ലേസസിൽ ഫോട്ടോസൊന്നും അന്ന് അലൗഡ് അല്ല. ഒന്ന് മൊബൈൽ, അന്ന് ആ ഏരിയ അങ്ങനെ മൊബൈൽ പരിപാടി ഇല്ല അധികം. രണ്ടാമത് സൗദിയിൽ ആ സമയത്ത് ഒഫീഷ്യൽ എയർപോർട്ട് അങ്ങനെ സ്ഥലങ്ങളിൽ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ പോലീസ് അല്ലെങ്കിൽ മിലിറ്ററി ഇങ്ങനെയെല്ലാം 90s സൗദിയിൽ നമ്മൾ എയർപോർട്ടും പരിപാടിയും ചെയ്യുമ്പം അവരുടെ ക്യാബിൻ ക്രൂ, എയർ ഇന്ത്യ ഉണ്ട്, ബ്രിട്ടീഷ് എയർവേസ് ഉണ്ട്, സൗദിയ ഉണ്ട്, അങ്ങനെ ഇവരുടെ യൂണിഫോം എന്തായിരുന്നു കൃത്യമായിട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന നജീബും ഹക്കീമും സൈനും എല്ലാം മാറ്റി നിർത്തിയിട്ട്, ഒരുപക്ഷെ സിനിമയിൽ ഇത് എത്രത്തോളം വരുന്ന പോലും എനിക്കറിയില്ല, പക്ഷേ വലിയൊരു ക്രൗഡ് എയർപോർട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മൈന്യൂട്ടായ ഡീറ്റെയിലിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള റിസർച്ച് അത്യാവശ്യം നന്നായിട്ട് നമ്മളെല്ലാവരും കിട്ടി. ഒരു ടീമുണ്ട്. ഇപ്പോൾ ബ്ലെസ്സാറിൻ്റെ ടീമിലുള്ള മെമ്പേഴ്സ് ഉണ്ടല്ലോ, ചീഫ് അസോസിയേറ്റ്, അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, ഞാൻ, എൻ്റെ ടീം മെമ്പേഴ്സ്, നമ്മളെല്ലാവരും ഇരുന്ന് പല പല രീതിയിൽ കണ്ടുപിടിച്ചെടുക്കുക ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ ഡ്രസ്സിന് ഇതിൻ്റെ മെറ്റീരിയലൊക്കെ എവിടെ നിന്നാണ് പർച്ചേസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നാണ്. ഞങ്ങൾ സൗദിയിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ? അവിടെ സൗദിയിൽ നിന്ന് ബ്ലെസ്സാറും വേറൊരാളും കൂടെ പോയി സൗദിയിലെ മെറ്റീരിയൽ, ഈ അർബാബ്സ് യൂസ് ചെയ്യുന്ന വിൻ്റർ ജാക്കറ്റ്സ് ഒക്കെ ഒറിജിനൽ അവിടുന്ന് തന്നെ മേടിച്ചിട്ടുള്ളതാണ്. പിന്നെ മുംബൈയിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂർ, ചെന്നൈയിൽ നിന്ന് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. നമ്മളിതിന് വേണ്ടി ഇപ്പം മിലിറ്ററി പ്രിൻ്റ്, അത് എനിക്കറിയില്ല ഇത് എത്രത്തോളം വരും സിനിമയിൽ എന്നുള്ളത്, പക്ഷേ അന്നത്തെ പ്രിൻ്റുകൾ ഞങ്ങൾ സേലത്ത് പോയിട്ട് സ്ക്രീൻ പ്രിൻ്റ് ചെയ്ത് മെറ്റീരിയൽ ഉണ്ടാക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ ബട്ടൺസ് നമ്മൾ സ്റ്റീൽ പരിപാടികളൊക്കെ നമുക്ക് ആവശ്യമുള്ള എംബ്ലങ്ങൾ കാവ് ചെയ്തെടുത്ത് ചെന്നൈയിൽ നിന്ന് കസ്റ്റമൈഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലെല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും എല്ലാ ഷൂകളും ഹാൻഡ് മെയ്ഡ് ഷൂകളാണ്. ഒന്നും റെഡിമെയ്ഡ് മേടിച്ചിട്ട് ഡൾ ചെയ്ത് പഴയ മോഡലാക്കുന്ന പരിപാടിയല്ല, എല്ലാം അതിന് വേണ്ടി ചെയ്തെടുത്തതാണ്. പിന്നെ സ്പെഷ്യൽ കോസ്റ്റ്യൂംസ്, അത് ചിലത് നല്ല ഒരുപാട് മെറ്റീരിയൽ മേടിച്ച് അത് കളറ് ഡൈ ചെയ്തെടുത്ത് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുമ്പേ പറഞ്ഞില്ലേ, ഇപ്പം പഴക്കം, ഇപ്പം ഒരു 10 ദിവസം കഴിയുമ്പോൾ പഴകുമ്പോൾ എങ്ങനെ ഇരിക്കും, ഒരു വർഷം കഴിയുമ്പോൾ പഴകുമ്പോൾ അത് ഒരു കോസ്റ്റ്യൂമിലാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ പലതിലും ചെയ്യും, ഒന്നിൽ മെയിനായിട്ടും ചെയ്യും. അത് ഓരോ സീനിന് എങ്ങനെയാണ് അതിൻ്റെ ആവശ്യം എന്ന് വെച്ചിട്ടായിരിക്കും. കാരണം 3 മാസം
കാണിച്ചത് തന്നെ നമ്മൾ 3 വർഷം ചിലപ്പോൾ പ്രാക്ടിക്കലി പോസിബിൾ ആവില്ല. കാരണം ഇത് നമ്മൾ ലീനിയർ ആയിട്ടായിരിക്കില്ല ഷൂട്ട് ചെയ്ത് പോകുന്നത്, നോൺ ലീനിയർ ആയിട്ടായിരിക്കും ഷൂട്ടേ അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോൾ ഈ കോസ്റ്റ്യൂം എടുത്ത് 3 മാസം കഴിയുമ്പോൾ കൊടുക്കാം, എന്നാൽ അതെടുത്ത് ഇങ്ങോട്ട് കൊടുക്കുക, ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ കോപ്പി കയ്യിലുണ്ടാവും. യെസ്. ഇപ്പം നിങ്ങൾ ലുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴേ ഇപ്പം ഈ ട്രിമ്മായി കഴിഞ്ഞ് ഈ ഒരു അവിടുത്തെ ഒരു സർവൈവൽ ടൈമിൽ ഒരു നജീബിനെ ഉണ്ടാക്കി മേക്കപ്പ് ഒക്കെ ചെയ്ത് നിർത്തിയ ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ, ഫസ്റ്റ് ഇങ്ങനെ ആ രൂപത്തിൽ അന്നത്തെ ഒരു അനുഭവം പറയുമോ? അന്ന് പുള്ളി എന്താ പറഞ്ഞേ, ബ്ലസ്സി സാർ എന്ത് പറഞ്ഞു, ചേട്ടൻ എന്താ തോന്നിയേ? അല്ല, നമ്മൾ ഇത് ഈ 3 ലുക്കുകൾ നമ്മൾ ഷൂട്ടിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഇതിനിടയിൽ നമ്മൾ മാറി മാറി ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു ഫൈനൽ രൂപത്തിൽ എത്തിയില്ലെന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടൊരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ നമ്മൾ സുനിലേട്ടനായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവർ അങ്ങനെ പറയുന്ന രീതിയിൽ എത്രത്തോളം അതിനെ കൂട്ടണം, അത് മാത്രമേ ചെറിയ ചേഞ്ചസ് വന്നിട്ടുള്ളൂ. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ക്യാമറ ടീമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് തന്നെ ആയിരിക്കുമല്ലോ നിങ്ങൾ നിൽക്കുക, ഫ്രെയിമും എല്ലാം നോക്കി. ഈ സിനിമയ്ക്ക് എന്നുള്ള സാറിൻ്റെ സിനിമകൾക്കൊക്കെ ഇപ്പം ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയാലും സാറിൻ്റെ സിനിമകൾക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ സിനിമയ്ക്ക് ഇപ്പം ഞാനായാലും എല്ലാ ചീഫ് ടെക്നീഷ്യന്മാരും ഞങ്ങൾ ഈ സിനിമയുടെ ഒരു എഡി ആയിരിക്കുള്ളൂ. കാരണം അത് നമ്മുടെ മാത്രം ജോലിയല്ല, അത് അങ്ങനെയല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയും, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ പറയും. അത് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ള എല്ലാവർക്കും നല്ല ബോധമുള്ളതുകൊണ്ട് ആർക്കും അങ്ങനെ ഈഗോ പ്രശ്നമൊന്നുമില്ല. സുനിലേട്ടനായാലും നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ പ്രശാന്തായാലും അവരുടെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയും, നമ്മുടെ കാര്യങ്ങൾ അവർ കണ്ടിട്ട് പറയും. അതൊക്കെ സിനിമയ്ക്ക് ഗുണം ചെയ്യുള്ളൂ, നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഓക്കെ. ഈ ഫുഡ് കഴിക്കാതെ ഇത്രയും കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഒരു മാനസിക ആരോഗ്യത്തെ തന്നെ അത് ബാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ലേ? അതെങ്ങനെ ഇപ്പോൾ ഈ ഡോക്ടേഴ്സിൻ്റെയൊക്കെ സഹായത്തോട് തന്നെയാണോ പുള്ളി എങ്ങനെയായിരുന്നു അത് ഡീൽ ചെയ്ത്? അതെ, ഡോക്ടറുണ്ട്, അവരുടെ ട്രെയിനർ ഉണ്ടായിരുന്നു, ബോഡി ട്രെയിനർ ഉണ്ടായിരുന്നു, അവർ കൂടെ പറഞ്ഞ പ്രമോദ്. ഇപ്പം ഞങ്ങളൊക്കെ ഒരുമിച്ച് ഞങ്ങളെല്ലാവരും രാജുവിൻ്റെ കൂടെ തന്നെയാണ്. അതുകൊണ്ട് പുള്ളി നമുക്കറിയാം ഈ സിനിമ ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് രാജുവിൻ്റെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തുകൊണ്ട് രാജുവിൻ്റെ ഏതാണ് പുള്ളിക്ക് ദേഷ്യം വരുന്ന സമയം എപ്പോഴായിരിക്കും, എപ്പോഴാണ് ടെൻഷൻ ആവുന്നത്, എന്തൊക്കെ കാര്യമാണ് പുള്ളിക്ക് ഇഷ്ടമല്ലാതെ വരുന്നത്, ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് നമ്മൾ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവോയ്ഡ് ചെയ്യും. അങ്ങനെ പുള്ളിക്ക് ബുദ്ധിമുട്ടുന്ന രീതിയിൽ നമ്മൾ അത് ഓൾറെഡി ഞാൻ എൻ്റെ ടീമിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോകും. കാര്യം എന്ന് വെച്ചാൽ പുള്ളിയുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്, ഭക്ഷണം കഴിക്കുന്നില്ല, ഇങ്ങനൊരു ബോഡി അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര അങ്ങനെ, അതായത് പൃഥ്വിരാജിൻ്റെ കൂടെയൊക്കെ നമ്മളൊരു പുള്ളിയുടെ കൂടെ പ്രമോദ് എത്രത്തോളം പേഴ്സണലായിട്ട് നിൽക്കുന്നു, അതുപോലെ തന്നെ ഞങ്ങളൊക്കെ നിന്നിരുന്നത്. കാര്യം അത് നമ്മളെക്കാളും കൂടുതൽ ഈ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് പുള്ളിയാണ്, അധ്വാനിക്കുന്ന പുള്ളിയാണല്ലോ. ഈ തോന്നുന്നുണ്ടോ ഇനി ഇങ്ങനൊരു സിനിമ, ഇത്രയും കഷ്ടപ്പാട് ഇങ്ങനൊരു ചരിത്രമാവുന്ന സിനിമ മലയാളത്തിലുണ്ടാവുന്നത്? മലയാളത്തിലുണ്ടാവുമോ എന്നറിയില്ല, പക്ഷെ എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല എന്ന് ഏകദേശം ഒരു ധാരണയുണ്ട്. കാരണം ഇത്രയും വർഷമൊന്നും ഇനി തോന്നുന്നില്ല ഇത്രയും അതെ, മേ ബി ഉണ്ടാവാം ഇൻ ഫ്യൂച്ചർ സിനിമകൾ ഉണ്ടാവാം. പക്ഷെ എൻ്റെ ലൈഫിൽ ഇതൊരു അത്ഭുതം ഒരിക്കൽ മാത്രം സംഭവിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ ഇറങ്ങാൻ പോകണല്ലോ, അതെ. എന്താ ഏറ്റവും എക്സൈറ്റ്മെന്റ്? സിനിമ കാണാൻ ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ നിങ്ങളെല്ലാം കണ്ട ആ ട്രെയിലറും പാട്ടുമൊക്കെ തന്നെയാണ്, പാട്ട് കേട്ടതും എല്ലാമാണ് ഞാനും. അപ്പോൾ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ അല്ലേ, അതിലെ ഒരു ടെക്നീഷ്യൻ, അതിലെല്ലാം ഉപരിയായിട്ട് ഞാൻ ആടുജീവിതം എന്ന സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു കാഴ്ചക്കാരി ആവാനുള്ള ആ ഒരു കൗതുകയില്ലേ, അത് ഭയങ്കര. അത് ഞാനൊരു ഇൻ്റർവ്യൂവിൽ ഇരുന്നിട്ട് കുറച്ച് പോളിഷ് അടിച്ച് പറയുന്നതല്ല, ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഒരു പക്ഷേ ഇപ്പം ഞാനൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പല ഘട്ടങ്ങളും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ, ഇതിങ്ങനെ വളരെ ഫ്രഷ് ആയിട്ട് ഞാൻ ചെയ്തത് സിനിമ ആകത്തുക ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. രഞ്ജിത്തേടെ അല്ലാതെ സിനിമ കണ്ടു, പക്ഷെ തിയേറ്റർ ഓഡിയൻസിനോട് ഉറപ്പായിട്ടും കാണുമായിരിക്കുമല്ലോ അല്ലേ? എന്താ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്താ? അല്ല, അപ്പോഴായിരിക്കും നമ്മൾ ശരിക്കും സിനിമ കാണാൻ പോകുന്നത്. അതെ, ഇപ്പൊ നിങ്ങളുടെ വർക്ക് എന്താ? നമ്മൾ തിയേറ്ററിൽ കാണുന്ന പോലെയല്ല. കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് ഇങ്ങനെ സിനിമ കാണാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇവർക്ക് എങ്ങനെയായിരിക്കും അവിടെ ചെന്ന് ഇറങ്ങി തുടങ്ങിയെന്ന് കോൾ വരും, ഞാൻ വിളിക്കാന്ന് പറയും. അപ്പോൾ ഇവരൊരു കണക്കോട്ടിലുണ്ടോ, ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും സിനിമ കഴിയും. അപ്പോൾ ഒരു 3 മണിക്കൂർ ആകുമ്പോഴേക്കും വീണ്ടും വിളിക്കും. അപ്പോഴും ഇവിടെ ഒന്നായിട്ടില്ല, ഞങ്ങൾ സിനിമ പല സീൻ വരുമ്പോഴും നിർത്തിയിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഞാൻ പറയില്ലേ, ഇപ്പം നമുക്കിനി റിലീസിന് മുമ്പ് എന്തൊക്കെ നന്നാക്കാൻ പറ്റും അതിനെക്കുറിച്ച് ചർച്ച. അപ്പോൾ ഞങ്ങളൊരു 6-7 മണിക്കൂർ കൊണ്ടാണ് ആ ഒരു സിനിമ കണ്ടത്. അപ്പോൾ ഈ കാണുമ്പോഴൊക്കെ നമ്മൾ ഇതിൻ്റെ ഓരോ ഡീറ്റെയിലിങ് ഡിസ്കഷനും, പിന്നെ നമുക്ക് പലതും അന്ന് ഷൂട്ട് ചെയ്തപ്പോൾ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും അന്ന് സംഭവിച്ച കാര്യങ്ങളും, ഇപ്പോൾ രാജുവിൻ്റെ ആ ഓടുന്ന സീനൊക്കെ വരുമ്പോൾ നമ്മൾ പുള്ളി തളർന്ന് വീണതും അങ്ങനെ ഒരു അവിടത്തൊക്കെയാണ് നമ്മുടെ മനസ്സ് മൊത്തം അങ്ങോട്ട് പോകും, പിന്നെയും തിരിച്ചു വരും. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നമ്മുടെ വർക്ക്, പിന്നെ അജീവിൻ്റെ നമ്മൾ ചെയ്തിരിക്കുന്നത് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ, നമ്മൾ അന്ന് തോന്നിയ ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ നോക്കും. അപ്പോൾ അത് നമ്മുടെ ആംഗിളിൽ കൂടെ അല്ല, നമ്മൾ ഫ്രെയിമിൽ കൂടെ കാണുന്നില്ലല്ലോ, ഇപ്പോഴല്ലേ ഫ്രെയിമിൽ കൂടെ കാണുന്നത്. അപ്പം അങ്ങനെ
അത് മൊത്തം ശ്രദ്ധിച്ചും പടം തീർന്നു. പിന്നെ ഇനി കാണാൻ പോകുമ്പോഴാണ് സിനിമ കാണാൻ പറ്റും. ശരിക്കും ഒരു സിനിമാറ്റിക് വാച്ച് കിട്ടുന്നത് തിയേറ്ററിൽ പോകുമ്പോഴാണ്. ഇപ്പം നമ്മൾ പൃഥ്വിരാജിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ കൂടെയുള്ള കഥാപാത്രമാണ് ഹക്കീം എന്നുള്ള കഥാപാത്രം. അപ്പോൾ ആ ഹക്കീമും ഇതേ യാത്രയിലൂടെ കടന്നു പോകണ്ടേ, കാരണം ഇതേ ജീവിതമായിരുന്നല്ലോ ഹക്കീമിനും. അത് ആ ക്യാരക്ടർ എങ്ങനെയായിരുന്നു? ശരിക്കും രാജുവിനെ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്താണ്. സിനിമ ഫസ്റ്റ് സ്ക്രിപ്റ്റ് തുടങ്ങിയപ്പോൾ തൊട്ട് രാജു തന്നെയാണ് അതിനകത്ത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അന്വേഷിക്കേണ്ടി വന്ന ഒരു ക്യാരക്ടർ ഈ ഹക്കീമിൻ്റെയാണ്. അത് ഗോകുൽ എന്ന് പറഞ്ഞൊരു പയ്യനാണ് ചെയ്തേക്കുന്നത്, പുതിയതായിട്ട് വരുന്നത്. അതിനു മുമ്പ് ഒരുപാട് ആ ഏജിലുള്ള ആളുകളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ലുക്ക് ടെസ്റ്റൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനലിലാണ് നമ്മൾ ഗോകുൽ വരുന്നത്. അപ്പോൾ ഗോകുലിനെ പോലെ ഒരാൾ, അതായത് വേറെ സിനിമകളും ചെയ്തിട്ടില്ല, പുതിയ ആളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം 5-6 വർഷമായെങ്കിലും അന്ന് 2 വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി വന്ന് വരുന്നതാണ്. പക്ഷേ ഇത് പറഞ്ഞ പോലെ ഈ ആ ക്യാരക്ടറിൻ്റെ ബോഡിയും ഇത് പറഞ്ഞ പോലെ അതിൻ്റെ ഫിസിക്കലായിക്കോട്ടെ ബാക്കി എല്ലാ രീതിയിലും ഏറ്റവും കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയത് അവനാണ്. ഈ പറഞ്ഞ പോലെ മുടി വെട്ടണ്ട, വേറെ എവിടെ ഷൂട്ടിങ്ങിന് പോകണ്ട, മുടിയും താടി എപ്പോൾ വേണമെങ്കിലും വളർത്താം, സൗകര്യമായി. ഈ പറഞ്ഞ പോലെ അപ്പോൾ അവന് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ പറയും, അവൻ ആദ്യമൊന്നും ഇത് ഇത്ര സീരിയസ് ആയിരുന്നില്ല, എത്ര വലിയ സിനിമ എന്നുള്ളതൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ ഞങ്ങൾ വൈകിട്ട് പാക്കപ്പ് ആകുമ്പോൾ ഒരുമിച്ചൊക്കെ ഇരിക്കുമ്പോൾ പറയും ഇതുപോലൊരു വേഷം കിട്ടുക എന്ന് പറഞ്ഞ വലിയ കാര്യം. അങ്ങനെ അവൻ മനസ്സിലായി അവൻ ഭയങ്കര ഒരു, അതായത് അവൻ ശരിക്കും പറഞ്ഞാൽ അവിടെ സാറിൻ്റെ അവിടെ ആയിരുന്നു ആദ്യം പറഞ്ഞു ADs അവിടെ കുറവാണ്, അങ്ങനെ ക്ലാബ് ബോർഡൊക്കെ നീക്കാൻ നോക്കണമെന്ന് പറയും. അപ്പോൾ ഇവൻ അഭിനയിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്ലാബ് ബോർഡും ചെയ്യും. 2 ദിവസം കഴിയുമ്പോൾ വേഷമൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും ഞങ്ങൾ കളിയാക്കും, വേഷത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ക്ലാബ് ബോർഡ് എടുക്കണില്ലല്ലേ. അപ്പോൾ ഈ പുള്ളിയുടെ വേഷവും ഇതുപോലെ സെറ്റ് ചെയ്യണ്ടേ അല്ലേ? രാജനുണ്ടാക്കിയ പോലെ തന്നെ ചെയ്യണ്ടേ? അതെ, ഈ പറഞ്ഞ പോലെ നാളെ പടം ഇറങ്ങിക്കഴിയുമ്പം രാജേട്ടൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ കഥ നമ്മൾ പറയുമ്പോൾ അതിൽ പുള്ളിയുടെ പേരിൻ്റെ കൂടെ തന്നെ നിങ്ങളെല്ലാവരും ഗോകുലിൻ്റെ പേരും ചേർത്ത് പറയും എന്നുള്ളത് ഉറപ്പാണ്. ഗോകുലിൻ്റെ ഈ ഡ്രസ്സ് ചെയ്യാനൊക്കെ എന്താ ഇതേ പ്രോസസ്സ് തന്നെയായിരുന്നു? ഇതേ പ്രോസസ്സാണ്. കാരണം അതൊരു പക്ഷേ കാണുമ്പോൾ ഇതുവരെ രാജുവിനെ കുറിച്ച് നമ്മൾ അവിടെ ഇവിടെയെല്ലാം വായിച്ചു ഓൾറെഡി, അതിന് വേണ്ടി എടുത്ത എഫേർട്ട് കണ്ടു, നമ്മൾ ട്രെയിലറിൽ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് കാണാത്ത കുറച്ച് കൗതുകങ്ങൾ ഉണ്ടാവുമല്ലോ സിനിമയിൽ, കാത്തു വെച്ചിട്ടുണ്ടാവുമല്ലോ. അതുപോലെ ആയിരിക്കാം ഹക്കീമിൻ്റെ ഒരു ചേഞ്ചും കോസ്റ്റ്യൂമും ലുക്കും. പിന്നെ നമ്മുടെ ഖാദരി ബുക്കിലുണ്ട്, ഖാദരി ജിമ്മി, പിന്നെ അറബ് 2-3 താലിബ് ആക്ടേഴ്സ്, പിന്നെ നമ്മുടെ അമല പോൾ പുള്ളിക്കാരി ആയാലും അതിനുവേണ്ടി എടുത്ത എഫേർട്ട്. സോങ്ങിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ എറിയുന്ന, വെള്ളത്തിലോട്ട് എറിയുന്ന ഒരു, അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ റോപ്പിട്ട് ഇങ്ങനെ എറിയുമ്പോൾ അതിനുവേണ്ടി എല്ലാവരും എടുക്കുന്ന എഫേർട്ട് പുള്ളിക്കാരിക്കായാലും ആ ക്യാരക്ടറിനോടുള്ളതും. പിന്നെ അമല പോളിനെ നമ്മൾ ഇതുവരെ കാണാത്തൊരു കോസ്റ്റ്യൂമാണ്. എല്ലാവരും എന്ന് വെച്ചാൽ 90s ഒരു മുസ്ലിം ക്യാരക്ടർ എന്നുള്ള രീതിയിൽ എല്ലാവരും കാണുമ്പോൾ കുറച്ചും കൂടെ ഇതിലെല്ലാം കണ്ടതും പറഞ്ഞതും അല്ലാത്ത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഹക്കീമിന് മേക്കപ്പ് ചെയ്യാനൊക്കെ ഇതേ ടൈം എടുത്തിരുന്നു? ഇതേ ടൈമല്ല, ഹക്കീമിൻ്റെ അവസാന കാര്യം നമ്മുടെ സിനിമയിൽ തന്നെ രാജുവിനെ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാന പോർഷനൊക്കെ വരുന്നുണ്ട്. ഇത്രയും ടൈം എടുക്കാറില്ല. കാര്യം രാജുവിൻ്റെ അത്രയും ഡീറ്റെയിലിംഗ് ഉണ്ടെങ്കിൽ പോലും ഓൾമോസ്റ്റ് അവൻ ആ രൂപത്തിലായി ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ വേറെ സിനിമകളും ഇതും പോകാത്തതുകൊണ്ട് അവൻ എപ്പോഴും അങ്ങനെയായിരുന്നു, ആ ലുക്കിൽ തന്നെ ആയിരുന്നു. ചെറിയ ചെറിയ വർക്കുകൾ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളും കൂടി വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കൊതിയായിട്ടുണ്ട്. അപ്പോൾ സിനിമ വലിയ ഹിറ്റ് ആവട്ടെ എന്ന് ആഗ്രഹിക്കാം. താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും വന്നതിന്. താങ്ക് യു.